ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമരരംഗത്താണ്. CPM സമരരംഗത്താണ്, CIQ സമരരംഗത്താണ്. അതുപോലെ ഇടതും വലതുമായിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമരം നടത്തുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ കണ്ണു തുറക്കുന്നില്ല എന്നതാണ്. തുറപ്പിച്ചാൽ സമരം വേണ്ടി വരും. ഇനിയും അതിരൂക്ഷമായ സമരം വേണ്ടി വന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും കേന്ദ്ര തൊഴിലാളി സംഘടനകളും നിലനിച്ചുകൊണ്ട് അതിരൂക്ഷമായ സമരം നടത്തുവാൻ തയ്യാറാകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ധർമാസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മാസം കൊണ്ട് വർഷപ്പെട്ടു എന്ന് പറയുന്ന കാരണം ലോകത്തൊരു യുദ്ധം ഇന്നലെ വരെ നടന്നൊരു യുദ്ധമുണ്ട്. ഇന്നലെ പറയുന്നത് ഇന്നും പൂർണ്ണമായി ചേർന്നിട്ടില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമിച്ച് ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ചതിന്റെ അനന്തരഫലം എന്തായെന്ന് ചോദിച്ചാൽ ആ യുദ്ധം വ്യാപകമായി ലോകമെമ്പാടുമുള്ള സാമ്പത്തിക ക്രമത്തെ തകിടം നിർത്തും. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും കെടുതികളുണ്ടായി. യുദ്ധത്തിൽ മനുഷ്യർ മക്കളക്കാർ മരിക്കുന്നവരെക്കാൾ കൂടുതൽ ജീവസുഖങ്ങളായ പരിക്ക് പറ്റിയ അനേകായിരങ്ങൾ. അതിന് മുഴുവൻ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ പ്രധാനമായും അമേരിക്കയാണെന്ന് പറയാം. അമേരിക്കയുടെ ഭരണാധികാരിയായ ട്രംപ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ പോകുന്നു. ഇന്ന് ഒരു രാജ്യത്തിലെ യുദ്ധം നടത്തണമെന്ന് അദ്ദേഹം 4 വർഷമാണ് രണ്ടാം തവണ പ്രസിഡന്റായതിനു ശേഷം 4 വർഷം കാലാവധിയാണ് ഭരണത്തിലുള്ളത്. ഭരണമേറ്റപ്പം മുതൽ മറ്റു രാജ്യങ്ങളിൽ അവരുടെ സമാധാനം വഞ്ചിച്ച് അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുത്തു. അദ്ദേഹത്തിന്റെ കവലച്ചത്തമ്മയാണ് സ്വഭാവത്തിൽ. പല ചട്ടമ്പിമാർക്ക് കൂട്ടിയ തമ്പിയാരിയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം, നെതന്യാഹു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ട്രംപിന്റെ കൂട്ടാളിയാണ്. ആദ്യം ഇസ്രായേലെ യുദ്ധം നടത്തും. അമേരിക്ക ആയുധം കൊടുക്കും, തവക്കാരെ കൊടുക്കും, നാവികപ്പട അങ്ങോട്ട് സഹായിക്കും ചെല്ലും. അങ്ങനെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തോട് കാണിച്ച യുദ്ധം ഏതാണ്ട് 3 മാസം കഴിഞ്ഞില്ല. ഇന്നലെ കൊണ്ട് അവസാനിച്ചു എന്ന് നമുക്ക് ഈ ഇറാൻ യുദ്ധത്തിൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് തൊട്ടത് വരും. അതാ ഇവിടെ മാത്രമല്ല, ലോകരാജ്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ലോകരാജ്യങ്ങളിലൊക്കെ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ബഹുത്വമുണ്ട്. അമേരിക്കയുടെ കണക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ 5 വർഷക്കാലം നിലനിന്നാൽ പോലും പെട്രോൾ ഉൽപ്പന്നം. കാരണം അമേരിക്കയിൽ അതിന്റെ ബഹുത്വക്ക് ഏതാണ്ട് 5 വർഷം ഉപയോഗിക്കാനുള്ള പെട്രോളിയത്തിന്റെ ബഹുത്വമുള്ള രാജ്യമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഗതി യുദ്ധം തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. യുദ്ധം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോർമൂസ് കടലിലേക്ക് അടച്ചപ്പോ ഇന്ത്യയിലേക്ക് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വരവ് നിന്നു. കപ്പൽ നിന്നപ്പോ ഇവിടെ എന്തൊക്കെ കുറവൊന്നും ഗ്യാസ് ഇല്ല. നമുക്കറിയാമല്ലോ, പാചകവാതകം സുലഭമായി നമ്മുടെ രാജ്യത്ത് ലഭിച്ചുകൊണ്ടിരുന്നത് മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുവന്നിട്ടാണ്. ഇഷ്ടംപോലെ വാതകം ലഭിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഷോർട്ടേജ് ഉണ്ടാകുന്ന പാചകവാതകത്തിനാണ്. ഗാർഹിക ആവശ്യത്തിന് വേണ്ടി 10, 20, 25 ദിവസം കഴിഞ്ഞാൽ ഗ്യാസ് കുറ്റി ബുക്ക് ചെയ്താൽ കിട്ടുമായിരുന്ന ഈ രാജ്യത്ത് പട്ടണ പ്രദേശങ്ങളിൽ 30, ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസം കഴിഞ്ഞതിന് ശേഷം ബുക്ക് ചെയ്താൽ ഗ്യാസിന് വേണ്ടി കാത്തിരിക്കണം. എന്തുമാത്രം ബുദ്ധിമുട്ടാണ് നമ്മുടെ ആളുകൾ അനുഭവിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അത് ഏറ്റവും ആദ്യം വില വർദ്ധിപ്പിച്ചത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വകയാണ്.